ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞിരിക്കുന്നു ഇന്ത്യ. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള പാക് നീക്കത്തിനാണ് ഇതോടെ ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇക്കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. ആർ കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരുന്ന വിവരം ജെയ്ഷ് ഇ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നത്. അത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നതാണ്. വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്ത്യ അതിശക്തമായ രീതിയിലേക്കുള്ള തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അത് ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണവും വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് അപ്പാടെ ഇന്ത്യ തകർത്തിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ PABയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്നലെ ഇന്ത്യയുടെ മേഖലയിലേക്ക്, കശ്മീരിലെ പല മേഖലയിലേക്ക് നിരവധി തവണ ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ബെട്ടിൻഡ, ചണ്ഡിഗഡ്, നാൽ, പലോഡി, ഭുജ് തുടങ്ങിയ മേഖലകളിലേക്കാണ് ഈ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നത്. അവിടേക്കാണ് ആക്രമണം പാകിസ്ഥാൻ നടത്തിയത്. ഇതെല്ലാം പൂർണ്ണമായി ഇന്ത്യ തകർത്തിരിക്കുന്നു. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പൂർണ്ണമായും ഇന്ത്യ പ്രതിരോധിക്കുകയും ലാഹോർ കേന്ദ്രമാക്കിയുള്ള പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തന്നെ തകർക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാനിലെ 16-17 സ്ഥലത്തേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതുകൂടിയാണ് പുറത്തു വരുന്നത്. ഇതുവരെ വരുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രത്യാക്രമണമാണ് ഉണ്ടാവുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ 16ഓളം നഗരങ്ങൾക്കെതിരെ, അതിർത്തിയിലെ നഗരങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ പ്രതിരോധിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവിധ അവശിഷ്ടങ്ങൾ ഇന്ത്യ അവരുടെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ മേഖലകളാകെ തകർത്തതിൻ്റെതാണെന്ന് എന്നും ഇന്ത്യ അവകാശപ്പെടുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാനിലുണ്ടായിരിക്കുന്ന ഇതിന് എന്തുകൊണ്ടാണ് ഇന്ത്യ എന്താണ് ചെയ്തത് എന്നുള്ള കൃത്യമായ സ്ഥിരീകരണം കൂടിയാണ്. പാകിസ്ഥാനെ പോലെ മറ്റുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒളിയാക്രമണമല്ല ഇന്ത്യ നടത്തുന്നത്. പാക് സേനയ്ക്ക് നേരെയുള്ള ഡയറക്റ്റ് അറ്റാക്ക് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ലാഹോർ കേന്ദ്രമാക്കി അവരുടെ വ്യോമ പ്രതിരോധ മേഖല അപ്പാടെ തകർത്തു എന്നുള്ളതും ഇന്ത്യ കൃത്യമായി സ്ഥിരീകരിക്കുന്നു. ഇതുവരെയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് അതിൽ പ്രതികരണം വരാതിരുന്നത് എന്നുള്ള ആകാംക്ഷയിലായിരുന്നു. ഇന്ത്യയുടെ പങ്ക് ഇക്കാര്യത്തിൽ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ അവർ ആക്രമണം നടത്തിയപ്പോൾ പ്രത്യാക്രമണം നേരിടുകയായിരുന്നു എന്നത് പാകിസ്ഥാൻ ആകെ നാണക്കേടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളിൽ, കറാച്ചിയിലടക്കം ലാഹോറിലടക്കം സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ പ്രതികരണത്തിന് പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായത്. പ്രധാനമായും അവന്തിപുരയിലേക്കും, ശ്രീനഗറിലേക്കും, ജമ്മുവിലേക്കും, പത്താൻകോട്ടിലേക്കും, അമൃത്സറിലേക്കും, കപൂർത്തലയിലേക്കും, ജലന്ധറിലേക്കും, ലുധിയാനയിലേക്കും, ആദംപൂരിലേക്കും, ബട്ടിൻഡയിലേക്കും, ചണ്ഡിഗഡിലേക്കും, നാലിലേക്കും, പലോഡിയിലേക്കും, ഉത്തരേന്ത്യയിലേക്കും ഭുജിലേക്കുമാണ് ആക്രമണം നടന്നത്. ഈ ആക്രമണങ്ങളെല്ലാമാണ് ഇന്ത്യ ചെറുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിതീവ്രമായ വ്യോമാക്രമണമാണ് ഇന്ത്യക്ക് നേരെ ഉണ്ടായത്. എന്നാൽ ഈ വ്യോമാക്രമണമെല്ലാം പറന്നുയരുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ അതിശക്തമായി ചെറുക്കാനും ഈ വ്യോമാക്രമണ ഫീൽഡിനെ തന്നെ, അവരുടെ വ്യോമ പ്രതിരോധ മേഖലയെ തന്നെ അപ്പാടെ തകർക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അവശിഷ്ടങ്ങളാണ് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് വീണിരിക്കുന്നത് എന്നതും ഇന്ത്യ കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുന്നു. മറ്റാരുടെയും പുറത്ത് ചാരിവെച്ച്, അല്ലെങ്കിൽ ഭീകരവാദികളുടെ പുറത്ത് ചാരിവെച്ച് മാറി നിൽക്കുകയല്ലേ ഇന്ത്യ. പാകിസ്ഥാൻ സേന ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചു പ്രത്യാക്രമണം ഉണ്ടാകും. അത് എത്രത്തോളം ശക്തമായ പ്രത്യാക്രമണമായിരിക്കും എന്നത് ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ്. ആക്രമണം ഉണ്ടായിട്ട് പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ, പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണത്തിന് പിന്നിലാരെന്നോ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നോ വിശദീകരിക്കാനോ ഒന്നും പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ പ്രത്യാക്രമണം തന്നെയാണ് പാകിസ്ഥാൻ നേരിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ 12 നഗരങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങളെയാണ് ഇന്ത്യ ആകാശത്തു നിന്ന്, എവിടെയാണോ പാകിസ്ഥാന്റെ ആകാശത്തു നിന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് മിസൈലുകൾ കുതിച്ചുയരുന്നത്, അതേ സ്ഥാനത്ത് തന്നെ, അവിടെ വെച്ച് തന്നെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് കൂടിയാണ് തെളിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ലക്ഷ്യമിടുമ്പോൾ എവിടെ നിന്ന് ആയുധം പുറപ്പെടുന്നുവോ, പുറപ്പെടുന്ന സ്ഥലത്ത് തന്നെ അതിനെ നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ സേന തിരിച്ചടിച്ചിരിക്കുന്നു. ഇന്ത്യൻ സേനയ്ക്ക് നേരെ, ഇന്ത്യക്ക് നേരെ നടത്തിയ എല്ലാവിധ ആക്രമണങ്ങളെയും ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കുകയും അന്തസ്സായി നിന്നുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് തിരിച്ചടിച്ചതെന്ന് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ സിന്ദൂർ 2 എന്ന് ഇന്ത്യ ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നില്ലെങ്കിലും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത്, പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ എല്ലാ ആക്രമണങ്ങളെയും അതിശക്തമായി തന്നെ ഇന്ത്യ ഇപ്പോൾ പ്രതിരോധിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ മേഖലയെ അപ്പാടെ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർത്തുവെന്ന് ഇന്ത്യ പറയുന്നു. ലാഹോറിലേക്ക് നിന്ന് നേരത്തെ തന്നെ രാവിലെ പാകിസ്ഥാൻ
എല്ലാ വിമാന സർവീസുകളും ലാഹോറിലെയും കറാച്ചിയിലെയും അതോടൊപ്പം കറാച്ചി അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെയൊക്കെ വ്യോമ സർവീസുകളാകെ പാകിസ്ഥാൻ നിർത്തിവെച്ചിരുന്നു. 12 മണിയോടുകൂടി അത് പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകിയിട്ടില്ല. പാകിസ്ഥാന്റെ ഇത്തരം ഈ വിമാനത്താവളങ്ങളിലേക്കൊന്നും ഒരു വിമാനവും പറന്നിറങ്ങുന്നില്ല, അവിടെ നിന്ന് ഒരു വിമാനവും പറന്നുയരുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. പാകിസ്ഥാന്റെ വ്യോമ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു വിമാനം പോലും പറന്നുയരാൻ കഴിയാത്ത തരത്തിലേക്ക്, അവിടേക്ക് ഒരു വിമാനവും പറന്നിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് വ്യോമ മേഖല ആകാശം, പാകിസ്ഥാന്റെ ആകാശം ഇന്ത്യ പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ആകാശത്ത് നിന്ന് ഇന്ത്യൻ ആകാശത്തിലേക്ക്, ഇന്ത്യൻ മണ്ണിലേക്ക് കുതിച്ചുയരുന്ന ഓരോ മിസൈലും ഓരോ വിമാനങ്ങളും അതാ സ്ഥാനത്ത് തന്നെ കുതിച്ചുയർന്ന ആകാശത്ത് മുമ്പ് തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യ മുന്നേറിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ 15 കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ മിസൈൽ തൊടുത്തത്. ഈ 15 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ആക്രമണം വന്നത്. ഇന്ത്യയിലേക്ക് ആക്രമണം വന്ന മേഖലകളിലെല്ലാം തന്നെ എവിടെ നിന്നെല്ലാമാണോ ഇന്ത്യ ലക്ഷ്യമിട്ട്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശം ലക്ഷ്യമിട്ട് ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിഞ്ഞത്, അവിടേക്കെല്ലാം തന്നെ പൂർണ്ണമായും കിരൺ ശ്രദ്ധിക്കേണ്ടത് ജമ്മു